ഇപ്പോൾ റെസ്ക്യൂ ഡ്രൈവർ ശ്രീ ഡോൾഫിൻ രതീഷ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രതീഷ്, സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയവരെ നിലവിൽ താഴെ ഇറക്കിയിരിക്കുകയാണ്. വളരെ ആശ്വാസമുള്ളൊരു വാർത്തയാണ്. പക്ഷേ 3 മണിക്കൂറോളം നീണ്ട ഒരു വലിയൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. ആദ്യം തുടക്കത്തിലൊക്കെ തന്നെയും ഇവരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ സ്കൈ ഡൈനിങ് ഈ ടീമിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നത് അവർക്ക് കൃത്യമായി ഇതിന് പരിശീലനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുമെന്നായിരുന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെയും ഒരു സാങ്കേതികമായിട്ടൊക്കെയുള്ള ഒരു തടസ്സമുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇതുപോലെ നമുക്കറിയാം, സ്കൈ ഡൈനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ഇതുപോലെയുള്ള സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഒരുപാട് ടൂറിസം രീതികളൊക്കെ തന്നെയുണ്ട്. അത് റോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ നടത്തുന്ന, അല്ലെങ്കിൽ അത് ആരാണോ, ആ വ്യക്തിയാണോ, ഏജൻസിയാണോ, എന്തുമായിക്കോട്ടെ, കൃത്യമായിട്ട് ഒരു അപകടം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ സ്കൈ ഡൈനിങ് ആണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് കരുതിയിരിക്കണം, മുതലായ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? അങ്ങനെ ഒരു കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ റെസ്ക്യൂ ചെയ്യേണ്ട സമയം അതൊന്ന് കുറച്ചെടുക്കാമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസം ആവശ്യമാണ്. കാര്യം നമ്മുടെ ഈ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി നമ്മൾ ഇത്തരം അഡ്വഞ്ചർ ടൂറിസം ഒക്കെ ആസ്വദിക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ ഇത്തരം വിനോദങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കില്ല. അതായത് ഞാനാണ് ഇതിന്റെ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ പറയാം, നമ്മളാണ് പറയുന്നത് ഇതിന്റെ എല്ലാ സേഫ്റ്റിയും നമ്മളാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പ്ലാൻ ബി ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളടക്കം, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളടക്കമാണ് അവിടെ മണിക്കൂറുകളോളം കുടുങ്ങിയിരിക്കുന്ന ഭയങ്കര ആശങ്കയാണ്. കാര്യം ഇനിയിപ്പം വരും ദിവസങ്ങളിൽ വരുന്ന സഞ്ചാരികളും ഈ ആശങ്ക അവര് ഭയങ്കരമായിട്ട്, കാര്യം ഇത്തരം ടൂറിസം മേഖലയിലൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം നമ്മളത് പാലിക്കുന്നുണ്ടെന്നുള്ളതിന്റെ തീർച്ചയായിട്ടും ഒരു മാസത്തിൽ നിന്നുള്ള ആഴ്ചയിലെങ്കിലും അതിന്റെ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ അതിന് പരിശോധിക്കുകയും അതിന് വേണ്ട ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വീഴ്ച വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കേരളങ്ങളിൽ സംഭവിക്കുന്ന വെച്ചാൽ ജലാശയങ്ങൾ കൂടുതലായതുകൊണ്ട് ബോട്ട് അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അവിടെയൊക്കെ നമ്മൾ ഈ പരിശോധിച്ച് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംവിധാനം വെച്ചാൽ ലൈസൻസ് പോലും കാണത്തില്ല. അപ്പൊ അതിന്റെ അധികാരികൾ ആരാണെന്ന് വെച്ചാൽ അവരത് നോക്കുക പോലും ഇല്ല. കാര്യം ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഇത്തരം ആശങ്കകളും എല്ലാം നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യുമ്പോഴും അപ്പോൾ നമുക്ക് ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും ഇതിന്റെ അധികാരിപ്പെട്ട ആൾക്കാർ എപ്പോഴും ഇത് മാസത്തിലോ വർഷത്തിലോ അല്ലാതെ ആഴ്ചയിലെങ്കിലും ഇതിന്റെ ഒരു മാനദണ്ഡം. കാര്യം നമ്മളിപ്പോ ഈ ക്രെയിനാണ്, ഇതൊക്കെ യന്ത്രങ്ങളാണ്, നാളെ അത് പ്രവർത്തിച്ചില്ലെന്ന് വരാം. അപ്പൊ നമ്മൾ അതിന്റെ ഉദാഹരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നാളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാം. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സുരക്ഷാ കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ നിൽക്കുന്ന സഞ്ചാരികളെ നമുക്ക് സുരക്ഷിതമായി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ബിയും കൂടെ അതിനകത്ത് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു ഇത്തരം വലിയൊരു സംവിധാനത്തിലേക്ക് പോകത്തില്ലായിരുന്നു. അതേപോലെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ അഡ്വഞ്ചർ ടൂറിസം അത് വളരുന്നതൊക്കെ തന്നെ നല്ലൊരു കാര്യമാണ്. നമുക്ക് വിദേശ ടൂറിസ്റ്റുകളുടെ അടക്കമുള്ള കാര്യങ്ങൾ അവരെയൊക്കെ തന്നെയും ആകർഷിക്കാനും സാധിക്കും. അത് നമ്മുടെ ടൂറിസം മേഖലയ്ക്കൊക്കെ ഒരു ഉണർവാണ്. പക്ഷേ ഈ ഒരു കാര്യം അത് ജില്ലാ ഭരണകൂടം അടക്കമുള്ള, അല്ലെങ്കിൽ ആ പ്രാദേശികമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു അപകടം തന്നെയായിരുന്നു ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലെങ്കിലും ഇതുപോലെ ഒരുപാട് ടൂറിസം പദ്ധതികളൊക്കെ തന്നെയും ആവിഷ്കരിച്ച് അത് നടത്തുന്ന വ്യക്തികളൊക്കെ തന്നെയും അക്കാര്യങ്ങൾ ഒന്നും കൂടെ ഉറപ്പുവരുത്തേണ്ടത്, അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. അതെ തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പദ്ധതികൾ മാത്രം നമ്മൾ കമ്മീഷൻ ചെയ്ത് പോയാൽ പോരാ. അതെങ്ങനെ റൺ ചെയ്ത് പോകുന്നു, അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെ പാലിക്കപ്പെടുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. നമുക്കിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ സുരക്ഷാ ലൈസൻസ്, അതിന്റെ എത്രത്തോളം അതിന് സുരക്ഷയുണ്ട്, അല്ലെങ്കിൽ അതിന് ഒരാളെ കുടുങ്ങിയാൽ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു സംവിധാനമൊക്കെ നമ്മൾ അന്നേരമാണ്. പക്ഷെ അത് ഈ പദ്ധതികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ട്രയൽ നടത്തണം. ട്രയൽ മീൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മോക്ക് ട്രയൽ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം കൂടെ ചെയ്യണം. കാര്യം എന്നാൽ നമുക്കിപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരും. അപ്പൊ അത് ഈ യന്ത്രങ്ങളൊക്കെ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തകരാറൊക്കെ സംഭവിക്കാം. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെയിനായിട്ടും നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഓരോ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നോടിയായിട്ട് ചെറുതും വലുതും ആയിക്കോട്ടെ, നമ്മുടെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ക്ലിയർ കട്ട് ആണെന്നുള്ളത് കണ്ട് പേപ്പർ കൊടുത്തതിന് ശേഷം, പേപ്പർ മാത്രം കൊടുത്താൽ പോരാ, ഈ പറയുന്ന പോലെ അതിന് അധികാരപ്പെട്ട ആൾക്കാർ തീർച്ചയായിട്ടും ആഴ്ചയിലോ ഈ പറഞ്ഞ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നേരിട്ട് വന്ന്
ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കിയാൽ നന്നായിരുന്നു. കാര്യം നമ്മുടെ ഓരോ പദ്ധതികളും കൊണ്ടുവരുന്നതിന്റെ പാഠം നമുക്കറിയാമല്ലോ. അത് റൺ ചെയ്ത് പോകുന്നതിന്റെയും ഭയങ്കര കോസ്റ്റ് ഒക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പം വിനോദസഞ്ചാരികൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ആശങ്കകൾ ഉണ്ടാവും. അതെ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ തിരിച്ചടി. ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു, അതെല്ലാവരും അറിഞ്ഞു. ഇനിയിപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറയും, ആളുകൾക്കുണ്ടാകുന്ന ആശങ്ക, ഭീതി, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അത് കൃത്യമായിട്ട് ഒരു പരിശോധനയിലൂടെ, അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ മോക്ക് ഡ്രിൽ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മോക്ക് ഡ്രിൽ അത് എത്രത്തോളം ആവശ്യമാണെന്നാണ് ഈ അപകടമടക്കം എടുത്തു കാണിക്കുന്നത്. അതെ അതെ. ഏതായാലും വളരെ നന്ദിയുണ്ട് ശ്രീ രതീഷ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.